ഹലോ, എല്ലാവർക്കും നമസ്കാരം. എക്സ്പ്ലോർ വിത്ത് അസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ജർമ്മനിയിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ചെക്കിലേക്കാണ്. ചെക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് മിസ്റ്റർ മഹേഷ് മോഹൻ ഉണ്ട്. ഹലോ ഗൈസ്. രേഷ്മ ആൻഡ് ചിറ്റു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചാണ് ഇന്ന് പോകുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന ബാക്കിയുള്ള വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്നും എല്ലാം ഞങ്ങൾ നിങ്ങളെ വഴിയേ ഷെയർ ചെയ്യാം. രാവിലെ തന്നെ പ്ലാനിങ് ചെറുതായിട്ട് പാളിയെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാം. രാവിലെ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലഗേജുകളുടെ ഖനം കൂടിയത് കൊണ്ടാവാം ഞങ്ങൾക്ക് ട്രാം മിസ്സായി. പിന്നെ ഊബാനെടുത്ത് നേരെ പോയത് ഞങ്ങളുടെ സാരഥിയെ കൂട്ടാനാണ്. ട്രാം മിസ്സായത് കൊണ്ട് തന്നെ ചുമടുകളും താങ്ങി ഞങ്ങൾക്ക് കുറച്ച് നടക്കേണ്ടതായിട്ട് വന്നു. കാർ റെന്റൽ കമ്പനിയായ സിക്സിൽ നിന്നാണ് ഞങ്ങളുടെ സാരഥിയെ കൂട്ടിയത്. മുൻകൂട്ടി കാറ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഫോർമാലിറ്റീസ് വലുതായിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയി ചാവിയൊക്കെ വാങ്ങി. പിന്നെ അവിടെയുള്ളൊരു സ്റ്റാഫ് കൂടെ വന്ന് വണ്ടി ഏതാണെന്ന് കാണിച്ചു തന്നു. ഒപ്പം അതിൻ്റെ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വണ്ടിയുടെ മുക്കും മൂലയും സൂക്ഷ്മ പരിശോധന നടത്തി എല്ലാം വളരെ കൃത്യമാണെന്ന് ഉറപ്പിച്ച് വീഡിയോ ഒക്കെ പകർത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഓരോ സ്ഥാനം പിടിച്ച് ഇരിപ്പായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇതാണ് ഞങ്ങളുടെ സ്പൾബർ. ഞങ്ങളുടെ കൂട്ടത്തിൽ യൂറോപ്പിലെ വണ്ടി ഓടിക്കാൻ നിയമപരമായി അവകാശമുള്ളയാൾ എന്ന് പറയാം. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാമെന്ന ചിന്തയിലായിരുന്നു ഓരോരുത്തരും. വീഡിയോകളിൽ മാത്രം കണ്ടിരുന്ന പ്രാഗ് എന്ന ചരിത്ര നഗരം നേരിൽ കാണാനുള്ള ആവേശത്തിലും. ഞങ്ങളെ സംബന്ധിച്ച് ഈ യാത്രയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ജർമ്മനിയിൽ വന്നിട്ട് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്കുള്ള ആദ്യത്തെ യാത്രയായിരുന്നു ഇത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ കാർ യാത്രയും. ജർമ്മനിയിലെ ഓട്ടോബാനിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഓട്ടോബാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേ പോലുള്ള 2ൽ കൂടുതൽ വരി പാതകളുള്ള റോഡ്. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്: നോ സ്പീഡ് ലിമിറ്റ്. മീറ്ററിലെ സൂചി 100ൽ നിന്നും 200ലേക്കും പിന്നെ 250ലേക്കും പോകുന്നത് കണ്ടു. സൂചി നീങ്ങുന്നതോടൊപ്പം ഉള്ളിലൊരു തീനാളം രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് സ്പൾബർ ആക്സിലേറ്ററിൽ നിന്നും പതിയെ കാലെടുത്തു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. പ്രാഗിലേക്ക് എത്താനുള്ള ദൂരം കുറയുന്നതോടൊപ്പം ഞങ്ങളുടെ വിശപ്പിന്റെ വെളിയും കൂടിക്കൂടി വന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വഴിയിലൊരു പാർക്കിംഗ് സ്ലോട്ടിൽ ഞങ്ങൾ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഓട്ടോബാനിലൂടെ പോകുന്നവർക്ക് വിശ്രമിക്കാനും ആഹാരം കഴിക്കാനും ഫ്രഷ് ആവാനും ഇതുപോലുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ ഇവിടെയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പൂർവാധിക ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നു. പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നുപോയി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ നമ്മൾ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന പോലെ നമ്മൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു. ബോർഡറൊക്കെ കഴിഞ്ഞതുപോലും നമ്മൾ അറിഞ്ഞതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ചെക്കിൽ വന്നു. ഇനി വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത് കാണാൻ എന്താണ് ഇത്ര ഉള്ളത്? എന്നാൽ ചിലതുണ്ട്. ഇവിടെ നമ്മൾ സെൽഫായിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. പിന്നെ പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഓരോ കോഡ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രൈസിൻ്റെയും മൈലേജിൻ്റെയും ഒക്കെ ബേസിസിൽ ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. E10, E5 അങ്ങനെയൊക്കെ. ഇതൊക്കെ ഓരോ സ്റ്റാൻഡേർഡ് കോഡുകളാണ്. E10ൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട നാച്ചുറൽ 95. ചെക്കിൽ ഇതിനെ നാച്ചുറൽ 95 എന്ന പേരാണ് വിളിക്കുന്നത്. ഈ പേര് ഓരോ കൺട്രി ഡിപ്പെൻഡ് ചെയ്ത് മാറാവുന്നതാണ്. ബട്ട് ഇന്റർനാഷണൽ കോഡുകൾ സെയിം തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. എത്ര രൂപയ്ക്ക് പെട്രോൾ വേണം, എത്ര ലിറ്റർ പെട്രോൾ വേണം എന്നൊന്നും മുൻകൂട്ടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് ആവശ്യമുള്ള പെട്രോൾ അടിച്ച ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ബില്ല് ജനറേറ്റ് ആവും. ആ ബില്ലും കൊണ്ട് കൗണ്ടറിൽ ചെന്ന് നമുക്ക് പേ ചെയ്തിട്ട് പോരാവുന്നതാണ്. ഇപ്പോൾ സമയം 11 മണിയായി. ഇനി ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞങ്ങളിപ്പോൾ പ്രാഗിൽ നിന്ന് പെട്രോൾ അടിച്ചു. അപ്പോൾ അവിടെ 18 ലിറ്ററാണ് ഞങ്ങൾ മൊത്തം അടിച്ചത്. അതിന് 41.50 50 ക്രോണയാണ് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. 1 ലിറ്റർ ഞങ്ങൾക്ക് 757 ക്രോണയായി. അങ്ങനെ ഞങ്ങൾ പ്രാഗിലെത്തി. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വീട്. അവിടെ സാധനങ്ങളൊക്കെ വെച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കൊണ്ടുവന്ന ഫുഡും നമ്മൾ അവിടെ വെച്ച് തന്നെ കഴിച്ചു. കുറച്ച് തിരക്കായതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ട്രാം എടുത്ത് നേരെ പ്രാഗിൻ്റെ നഗര കാഴ്ചകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളും നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പലതും ചിന്തിപ്പിച്ചു. ചെക്കോസ്ലോവാക്യ വിഭജിച്ച സമയത്തുള്ള ചെക്കിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിൽ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരുന്നു.
അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മൾ നേരിൽ കണ്ടത്. ഒരുപാട് ഡെവലപ്മെന്റ് ഇന്ന് പ്രാഗിൽ വന്നിട്ടുണ്ട്. ട്രാം ഇറങ്ങി വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. ഞങ്ങളുടെ ലക്ഷ്യം പൗഡർ ഗേറ്റ് ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാഗിന്റെ ഓൾഡ് ടൗൺ ചുറ്റിക്കാണാനായിട്ടാണ്. ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര. ഒരു സിറ്റി ടൂർ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൗഡർ ഗേറ്റിലാണ് ആ യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെയാണ് നമ്മുടെ ഗൈഡ് ഉള്ളത്. പ്രാഗിന്റെ തെരുവുകളിലെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പൗഡർ ഗേറ്റിലേക്ക് നടന്നു നീങ്ങി. ഒരു പാർക്കിനുള്ളിൽ കൂടി നടക്കുകയാണെന്ന് തോന്നത്തക്ക രീതിയിൽ റോഡുകളും നടപ്പാതകളും കല്ലുകൾ പാകിയിരുന്നു. ഓരോ കെട്ടിടങ്ങളും അതിന്റെ രൂപങ്ങളും കണ്ണുകൾക്ക് അത്ഭുതമായിരുന്നു സമ്മാനിച്ചത്. ട്രാമുകളിൽ പോലും പഴമ നിലനിർത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ ഉപയോഗിച്ചു വരുന്നവയാണ് ഇതൊക്കെ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പാടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ പൗഡർ ഗേറ്റിലെത്തി. ഇതാണ് പൗഡർ ഗേറ്റ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ബസ്സുകളും ട്രെയിനുകളും വിന്റേജ് മോഡൽ കാറുകളും ജീപ്പുകളും കുതിരസവാരി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുതിരവണ്ടികളും ലഭ്യമായിരുന്നു. ഈ ചുവന്ന കുടയും പിടിച്ച് നിൽക്കുന്ന 2 ആൾക്കാരാണ് ഗൈഡുകൾ. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 2 ടീമുകളായിട്ടാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പ്രാഗിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഫ്രീ വാക്കിംഗ് ഗൈഡ് ടൂറിന് വന്നേക്കുവാണ്. ഇതൊരു ഓൾഡ് ടൗൺ എല്ലാം ചുറ്റി കാണിക്കുന്ന ഒരു ഫ്രീ വാക്കിംഗ് ഗൈഡ് ടൂറാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റിൽ തന്നെ വാക്കിൽ നിന്നും കിട്ടി. ഇത് ഫ്രീ ആണ്. ബട്ട് നമുക്ക് എന്തെങ്കിലും അവർക്കൊരു റെന്യൂമറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹമായിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ടിപ്പ് കൊടുത്താൽ മതി അവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു യൂറോപ്പിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസസിലും ഇതുപോലുള്ള ഫ്രീ വാക്കിംഗ് ടൂർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള ലിങ്കുകൾ കിട്ടും ഓൺലൈനായിട്ട്. ഈ വാക്കിംഗ് ടൂർ ഗൈഡിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വാക്കിംഗ് ടൂറിനകത്തുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയെ നിങ്ങളെ കാണിച്ചു തരാം. ഗൈഡിന്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൂറ് സ്റ്റാർട്ടായി. ഡാവിഡ് എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. ഇനിയുള്ള 2.25 മണിക്കൂർ അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങളുടെ യാത്ര. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൗഡർ ഗേറ്റിൽ നിന്നാണ് തുടക്കം. ഈ ഒരു ഗേറ്റാണ് ഓൾഡ് ടൗണിനെ ന്യൂ ടൗണിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെയാണ് ഗൺ പൗഡർ സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഗേറ്റിന് പൗഡർ ഗേറ്റ് എന്ന പേര് വന്നത്. അങ്ങനെ പൗഡർ ഗേറ്റിന്റെ വലിയ കവാടത്തിലൂടെ ഞങ്ങൾ അകത്തേക്ക് കടന്നു. നമ്മുടെ ഗൈഡ് ഡാവിഡ് ആളൊരു എന്റർടൈനർ ആയിരുന്നു. ആ ടീമിലെ ഓരോ ആൾക്കാരോടും ആള് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ചരിത്രങ്ങളും സംഭവങ്ങളും വളരെ രസകരമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു. നടന്നും നിന്നും കാഴ്ചകൾ കണ്ടും സമയം പോയതേ അറിഞ്ഞിരുന്നില്ല. ടീമിലുള്ളവർ കൂടാതെ വഴിയെ പോകുന്നവരെ പോലും ആള് വെറുതെ വിട്ടില്ല. പരസ്പരം സംസാരിച്ചും കമന്റുകൾ പറഞ്ഞും വളരെ രസകരമായ രീതിയിൽ ആ ഒരു യാത്ര തുടർന്നു. ചെക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്ത ചില വാക്കുകൾ ഇടയ്ക്ക് ഗൈഡ് നമുക്ക് വളരെ രസകരമായ രീതിയിൽ പറഞ്ഞു തന്നു. അത് നമ്മളെ കൊണ്ട് പറയിക്കുകയും ചെയ്തു. ഹായിക്ക് അഹോയി എന്നും താങ്ക് യുവിന് ജെക്യുയി എന്നും പിന്നെ യൂറോപ്പിൽ മാറ്റി നിർത്താനാവാത്ത പ്രധാന ഐറ്റം ബിയറാണ്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. വൺ ഓഫ് ദ ബിയർ ആണ് പിൽസ്നർ. അതിന്റെ ഉത്ഭവം തന്നെ ചെക്കിലാണ്. പിൽസ്നറിന്റെ ഒരു ബ്രൂവറിയിലേക്ക് നമ്മളൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വിശേഷങ്ങൾ വരും വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ ബിയറിന് പറയുന്നത് പിവോ എന്നാണ്. പിവോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിയേഴ്സും ഉണ്ടായിരിക്കും. ചിയേഴ്സിന് നസ്രവി എന്നുമാണ് പറയുന്നത്. ഈ രസകരമായ വാക്കുകളൊക്കെ കേട്ട് അത് പറഞ്ഞ് 3 ദിവസം ആയപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. ഈ കാണുന്നതാണ് എസ്റ്റേറ്റ് തിയേറ്റർ. ചെക്കിലെ ഒരു ഹിസ്റ്റോറിക്കൽ തിയേറ്റർ ആണിത്. 1948 നാഷണൽ തിയേറ്ററായിട്ട് ഇതിനെ അംഗീകരിച്ചു. നിലവിൽ ഇവിടെ ഒപ്പേറ, ഡ്രാമ തുടങ്ങിയ ചെക്കിന്റെ തനതായ കലാരൂപങ്ങൾ നടത്തിവരുന്നു. എസ്റ്റേറ്റ് തിയേറ്ററിന് തൊട്ടടുത്തായിട്ടാണ് ചാൾസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ് ചാൾസ് യൂണിവേഴ്സിറ്റി.
യൂണിവേഴ്സിറ്റി ഓഫ് പ്രാഗ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. അവിടുന്ന് നടന്ന് ഞങ്ങൾ ചെന്നിറങ്ങിയത് ഒരു വലിയ സ്ക്വയറിലേക്കാണ്. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച പ്രാഗ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു വിസ്മയത്തിന്റെ മുന്നിലേക്ക്. ഓൾഡ് ടൗണിന്റെ കാഴ്ചകളിൽ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊന്നാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ലോകത്തിലെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പഴയ ക്ലോക്കുകളിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണിത്. 1410 ഈ ക്ലോക്ക് ഇവിടെ സ്ഥാപിതമാകുന്നത്. ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് ക്യാമറയുമായി ഇതിനു മുന്നിൽ വരുന്നത്. ഓരോ മണിക്കൂറിലും യേശുവിന്റെ 12 സുവിശേഷകർ വാതിൽ തുറന്ന് പുറത്തു വന്ന് വട്ടം ചുറ്റും. ഒരു കോഴികൂവലിലൂടെ അത് അവസാനിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഇറങ്ങിച്ചെന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മാർക്കറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും അവിടെ നിലയുറപ്പിച്ചു. ഡാവീഡ് ഞങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള പള്ളിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ഇനി നമുക്ക് എത്ര ദൂരം നടക്കേണ്ടതുണ്ടെന്നും എവിടെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ 10 മിനിറ്റ് നമുക്ക് ബ്രേക്കാണ്. ആ ബ്രേക്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് ഡാവീഡ് പറഞ്ഞത്. 10 മിനിറ്റിൽ എന്ത് ചെയ്യാനാവും അല്ലേ? അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബ്രേക്കിനുള്ള സമയമായി. 10 മിനിറ്റ് അവിടെ ഇരുന്ന് വിശ്രമിച്ച ശേഷം പിന്നെയും യാത്ര തുടർന്നു. പ്രാഗിലെ തന്നെ പ്രശസ്തനായ നോവലിസ്റ്റും റൈറ്ററുമായ ഫ്രാൻസ് കാഫ്കയുടെ ഒരു സ്റ്റാച്യു കാണാനാണ് നമ്മൾ പോയത്. ദ എംപ്റ്റി ജയന്റ് വിത്തൗട്ട് ഹെഡ്. അതാണ് ഈ കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് സ്പാനിഷ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. 19th സെഞ്ചുറിയിലാണ് ഈ കാണുന്ന പുതിയ സ്പാനിഷ് സിനഗോഗ് പണി കഴിപ്പിച്ചത്. ജൂയിഷ് സ്ട്രീറ്റിലൂടെയും ജൂയിഷ് സിനഗോഗിന്റെ കാഴ്ചകളിലൂടെയും പ്രാഗിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്ന പരിസ്ക സ്ട്രീറ്റിലൂടെയും ഞങ്ങൾ നടന്നു നീങ്ങി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ചാൾസ് ബ്രിഡ്ജ് ആയിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. റോക്ക് സ്റ്റാർ മൂവി കണ്ടപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് ചാൾസ് ബ്രിഡ്ജ് കാണണമെന്നും കുറച്ച് സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നും. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ടുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു ജനത്തിരമാല തന്നെയായിരുന്നു. വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല നമുക്ക് അവിടെ നിന്ന്. ചാൾസ് ബ്രിഡ്ജിലെ തിരമാലയിൽ തപ്പിയും തടഞ്ഞും ഞങ്ങൾ സിറ്റി ടൂറിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ലിനൻ വാളിലെത്തി. ഡാവിഡ് ലിനൻ വാളിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ശ്രദ്ധ പോയത് ആ വാളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കിലേക്കാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അതെ, അവിടെ എഴുതിയിരുന്നത് നമസ്കാരം പ്രാഗ് എന്നതാണ്. ഏതോ ഒരു മലയാളിയുടെ സംഭാവനയായിരുന്നു അത്. ബീറ്റിൽസ് ബാൻഡിന്റെ മെയിൻ മ്യൂസീഷ്യനായിരുന്നു ജോൺ ലെനൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഈ ഒരു വാള് നിർമ്മിച്ചത്. ആദ്യത്തെ ദിവസമായ ഇന്ന് പ്രാഗിലെ സിറ്റി ടൂർ അവസാനിച്ചു.
സ്നേഹ സമ്മാനങ്ങൾ ദാവീദിന് നൽകി യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഗൈഡഡ് ടൂർ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ളതുപോലെ ഓരോ സ്ഥലത്തും സമയം ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചാൾസ് ബ്രിഡ്ജ് കണ്ട് കൊതി തീരാത്തത് കൊണ്ട് തിരികെ ഒന്നുകൂടി അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ പടവുകൾ ചാൾസ് ബ്രിഡ്ജിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പടവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നല്ലേ? ഗൈസ്, ഈ സ്റ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂസിന്റെ ഒരു സീൻ ഈ സ്റ്റേഴ്സിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഗൈഡ് ടൂറിൽ ഗൈഡ് പറഞ്ഞത്. സോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാം. ഇപ്പൊ ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചാൾസ് ബ്രിഡ്ജിലേക്കുള്ള സ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആ സീൻ അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. തിരികെ ചാൾസ് ബ്രിഡ്ജിലേക്ക് വന്നപ്പോഴേക്കും തിരക്കിനൊരല്പം ശമനമുണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് സ്ഥാനം പിടിച്ച് ചാൾസ് ബ്രിഡ്ജിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തി കുറച്ചധികം നേരം അവിടെ സമയം ചിലവഴിച്ചു. 1402 ഈ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയായത്. ഓൾഡ് ടൗണിനെയും പ്രാഗ് കാസിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബ്രിഡ്ജ് വാൾട്ടാവ നദിക്ക് കുറുകെയാണ് ഉള്ളത്. ബ്രിഡ്ജിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വലിയ ഗോപുരങ്ങളും ബ്രിഡ്ജിന്റെ ഇരുവശത്തായി ഒരുപാട് ശില്പങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ശില്പങ്ങളും ഓരോ സംഭവത്തെയും ഓരോ കാലഘട്ടത്തെയും സൂചിപ്പിക്കുന്നതാണ്. ക്യാമറകൾക്ക് അതീതമാണ് കാണുന്ന ഓരോ കാഴ്ചകളും. ക്യാമറകൾക്കപ്പുറം കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാവുന്ന കാഴ്ചകൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതും കണ്ണിന് കുളിർമ നൽകുന്നതുമാണ്. പല ചരിത്രപരമായ കാഴ്ചകളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു കാലത്ത് തകർന്നടിഞ്ഞ ഒരു നാട് ഇത്രമേൽ ഉയർത്തെഴുന്നേറ്റല്ലോ എന്നോർത്ത് അത്ഭുതം തോന്നിപ്പോയി. സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. വിശപ്പിന്റെ വിളി ഞങ്ങളെ മാടി വിളിച്ചു. നേരെ പോയത് ചെക്കിന്റെ ഒതന്റിക് ഫുഡ് കഴിക്കാനാണ്. നാളെ രാവിലെ അടുത്ത യാത്ര തുടരേണ്ടതുണ്ട്. വേഗം ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസത്തെ കാഴ്ചകൾക്കായി കാത്തിരിക്കാം.